നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സെയിൽസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ യൂസ്ഡ് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഡെസ്ക്ടോപ്പ്, നമ്മൾ തൊട്ട് മുന്നേ ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നേ ഒരു 8 CPU പരിചയപ്പെടുത്തിയിരുന്നു. AMD A8 സീരീസ്, അതുപോലെ തന്നെ i3 സെക്കൻഡ്, തേർഡ്, ഫോർത്തൊക്കെ. അപ്പോൾ AMD A8 സീരീസിൽ വരുന്ന 2 CPU, അതുപോലെ തന്നെ ഒരു ഓൾ ഇൻ വൺ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോസുകളൊക്കെ കണ്ടതിന് ശേഷം ആളുകൾ എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും നിങ്ങളുടെ മനസ്സിലങ്ങനെ വന്നിട്ടുണ്ടാവും. എന്തായാലും ആ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റുകളൊക്കെ എപ്പോഴും കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ടാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2024 ഓട്ടോകാർഡ് റൺ ചെയ്യിക്കാൻ പറ്റിയുള്ള സിസ്റ്റം ഉണ്ടോ, അതുപോലെ തന്നെ PUBG, ആൾറൈറ്റ്, റേസിംഗ് റോഡ്, അതുപോലെ GTA 5 ഒക്കെ റൺ ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ള ഐസ്പെക്ക് ആയിട്ടുള്ള സിസ്റ്റങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്രയ്ക്ക് ഐസ്പെക്കൊന്നല്ല, എന്തായാലും ഇപ്പോൾ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോസിൽ ചെയ്തിട്ടുള്ളതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്പെക്കാണ്. അപ്പോൾ എനിവേ ഞാനിപ്പോൾ 4 CPU ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. കാഴ്ചക്ക് ഒരേപോലെ ഇരിക്കും. ഇപ്പോൾ നമുക്കത് HP ബ്രാൻഡിൻ്റെ CPU ആണ്. ഇപ്പോൾ ഇത് മൂന്നും ഒരേപോലെയാണെങ്കിലും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ്, അതുപോലെ തന്നെ പ്രോസറൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ 1-2 ആളുകൾ ഇതിൻ്റെ ബോർഡ് കാണണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിലകത്ത് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡ് ഏതാണ്, പ്രോസർ ഏതാണെന്നൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആളുകൾക്ക് മാത്രമുള്ള ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുക. അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആരെങ്കിലും കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ 4 CPU കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ് എന്ന് കരുതി കൂടുതൽ സ്പെക്ക് ഉണ്ട് എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള CPU ആണ്. എനിവേ അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്ത വീഡിയോസിൽ തന്നെ കമൻറ്റ് ബോക്സിലുണ്ട് ഒരു പുള്ളി പറയേണ്ടതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഏതാണ്, അത് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ മദർ ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഓരോ CPU നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 4 CPU ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന CPU HP ബ്രാൻഡഡ് ക്യാബിനറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ജിഗാബൈറ്റ് മദർ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ Core i3 9th ജനറേഷനാണ് പ്രോസർ വരുന്നത്. 512 GB NVMe SSD ആണുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് വേറെ 2 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ 500 GHz ബ്ലൂടൂത്ത് വൈഫൈ കാർഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ CPU. എന്തായാലും നമുക്ക് ഇതിൻ്റെ മദർ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ CPUവിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് Core i3 9th ജനറേഷനാണ് പ്രോസർ വരുന്നത്. നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതിന് ക്യാമറ എന്തായാലും ഫ്രണ്ടിലേക്ക് പോകണ്ട. എന്തായാലും മദർ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാമല്ലോ.
അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഗാബൈറ്റ് B360M-D3H മദർ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 512GB NVMe SSD ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ DDR4, അതുപോലെ തന്നെ 5GMൻ്റെ ബ്ലൂടൂത്ത് വൈഫൈ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. 2TB സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ആ ഡിസ്ക്കാണ്. അപ്പോൾ ഇതിന് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് മദർ ബോർഡ്. അതുപോലെ തന്നെ HCLൻ്റെ ബ്രാൻഡഡ് പിന്നെ പവർ സപ്ലൈയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8GB റാം i3 9th ജനറേഷനാണ് പ്രോസർ വരുന്നത്. 3.60 GHz ആണ് പ്രോസറിൻ്റെ സ്പീഡ് കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ CPU-ൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1-2 ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസറുടെ CPU ഇവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ട് 4500 രൂപ 5000 രൂപ എന്നൊക്കെ പറയും. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പുതിയതിൻ്റെ റേറ്റ് എന്താണെന്നും കൂടി അറിഞ്ഞാലല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന CPU-ൻ്റെ റേറ്റ് കമ്മിയാണോ ഇല്ല എന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ളപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ സാധാരണക്കാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്പെക്കിൽ വരുന്ന CPU ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ അവസ്ഥയിൽ എത്ര രൂപയാവുമെന്ന് അറിയാം. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ആ സ്ക്രീനൊന്ന് ഓഫ് ചെയ്യട്ടെ. അതിൻ്റെ ലൈറ്റ് പിന്നെ റിഫ്സ് കണ്ണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഓഫ് ചെയ്യട്ടെ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ ആ സ്ക്രീനിൻ്റെ ലൈറ്റ് കണ്ണിലേക്ക് അതിൻ്റെ റിഫ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞതിൻ്റെ മുന്നേ ഇതിൻ്റെ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഈ ഒരു സ്പെക്കിൽ ഈ ഒരു CPU ബിൽഡ് ചെയ്യുമ്പോൾ പുതിയതിന് എന്ത് റേറ്റ് വരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മദർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ജിഗാബൈറ്റ് 360M-DH ആണ് മദർ ബോർഡിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അതായത് ഈ മദർ ബോർഡിൽ ജിഗാബൈറ്റ് B360M-DH ആണ് മദർ ബോർഡിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ CPU യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഗെയിമിംഗ് മദർ ബോർഡാണ്. അതായത് 4 റാം സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 5.1 7.1 ഓഡിയോ ഔട്ട്പുട്ട് വരുന്നതാണ്. ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ 2 ഗ്രാഫിക്സ് സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ പിന്നെ ടൈപ്പ് C വരുന്നുണ്ട്. ഏറ്റവും ന്യൂ ജെന്ന് ടൈപ്പ് C ആണ് വരുന്നത്. അതുപോലെ തന്നെ USB 3.1 ന്യൂ ജെൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും ഇത് ഓരോന്ന് ഈ മദർ ബോർഡിൻ്റെ ഓരോ ഫീച്ചർ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. RJ45 യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പീഡ് വരുന്നതാണ്. അതുപോലെ തന്നെ NVMe സ്ലോട്ട് വരുന്നത് 8.3 GHz വരുന്ന ഹൈ സ്പീഡ് വരുന്ന സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു മദർ ബോർഡ് നമുക്ക് സാധാരണ H61 81 അതുപോലെ തന്നെ 110 മദർ ബോർഡൊക്കെ ഇറക്കുന്ന പിന്നെ സബ്ട്രോണിക്സ്, ഫോക്സിന്, കൺസ്റ്റൻസ് അങ്ങനെയുള്ള കമ്പനികളൊന്നും ഈ ഒരു മദർ ബോർഡ് ഇറക്കുന്നില്ല. ഈ ഒരു സീരീസിൽ വരുന്നത് അവർ വരുന്നത് 310 മദർ ബോർഡ്. അതായത് ഇതിൽ 9th ജെന്ന് പ്രോസറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 310 ബോർഡിനും നമുക്ക് 9th ജെന്ന് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് ഗെയിമിംഗ് ബോർഡല്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിൻ്റെ റേറ്റ് വരുന്നത് 11,500 ഐ മീൻ ഓൺലൈൻ പ്രൈസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓഫ്ലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് മേ ബി റേറ്റ് കൂടാനാവും ചാൻസ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ലോക്കൽ ഷോപ്പിലൊന്നും വാങ്ങിക്കാനും കിട്ടില്ല. നമുക്ക് 310 മദർ ബോർഡ് മാത്രമേ നമുക്ക് ലോക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 days അല്ലെങ്കിൽ ഒരു 1 week നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആക്ച്വലി ഈ ബോർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നുമില്ലെങ്കിൽ ഇത് പിന്നെ നമുക്ക് ജിഗാബൈറ്റ് സൈറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. നമ്മൾ മാർക്കറ്റ് ഷോപ്പിൽ നമുക്ക് ഇവിടെ നമ്മളെ തൊട്ടടുത്തുള്ള മാർക്കറ്റ് ഷോപ്പിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ നമുക്ക് 2-3 ദിവസം ടൈമിങ് വരും. അതാണ് ഈ മദർ ബോർഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ
പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദർ ബോർഡിൻ്റെ റേറ്റ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിലുള്ള പ്രോസസ്സർ അതുപോലെ തന്നെ NVMe SSD 512GB വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് കാര്യങ്ങൾ എത്രയും വരിക നോക്കാം. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ നമ്മൾ യൂസറുടെ റേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ CPU ഒന്നും ഇതുപോലെ ഞാൻ കമ്പയർ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇത് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ ബിൽഡ് ചെയ്യുമ്പോഴുള്ള റേറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മദർ ബോർഡ് ഒന്ന് തുടങ്ങാം. ഇതിൻ്റെ മദർ ബോർഡ് ഞാനിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മദർ ബോർഡിന് റേറ്റ് വരുന്നത് 11,500 രൂപയാണ്. പ്ലസ് ഇതിൽ വരുന്നത് Core i3 9th ജനറേഷൻ പ്രോസറാണ്, അത് 6,300 പ്ലസ് EVM SSD ആണ് 512GB ആണ് വരുന്നത്, അത് വരുന്നത് 2,800 രൂപയാണ്. പ്ലസ് 8GB DDR4 RAM ആണ്, അത് 1,100. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. 2TB ഹാർഡ് ഡിസ്ക് വരുന്നത് നമുക്ക് അത് യൂസഡ് ആണ് എങ്കിലും ഞാനതൊരു 2,100 രൂപ ഇടുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിലൊരു വൈഫൈ കാർഡ് വരുന്നുണ്ട്, അത് 1,500 രൂപയാണ്. പ്ലസ് ക്യാബിനറ്റ് SMBS, അത് ഞാനൊരു 1,000 രൂപ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ CPU ബിൽഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് 26,300 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ടുള്ള റേറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ കൊടുക്കുന്നത് ഈ ഒരു കോൺഫിഗറേഷനിൽ ഈ ഒരു ഡിവൈസുകൾ വെച്ചിട്ട് വെറും 14,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബെനിഫിറ്റ് എത്രയാണ്? 12,300 രൂപ നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ യൂസർ. ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇത് യൂസറുടെ ആണല്ലോ, വാറണ്ടി ഉണ്ടാവില്ല എന്നൊക്കെ. ഇത് 2023 പർച്ചേസ് ചെയ്തിട്ടുള്ള മദർ ബോർഡാണ്. 2023 3-ാം മാസത്തിൽ പർച്ചേസ് ചെയ്തതാണ്. 3 ഇയർ വാറണ്ടി ഉണ്ട്. നമുക്ക് 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ നമുക്ക് വാറണ്ടി റിമൈനിങ് ഉണ്ട്. പ്രോസസ്സറും മദർ ബോർഡും സെയിം വാറണ്ടിയാണുള്ളത്. SSD വാങ്ങിച്ചിട്ട് ഞാൻ 1 മാസമായിട്ടുള്ളൂ, അത് നിങ്ങൾക്ക് 3 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ അതിൽ വാറണ്ടി ഉള്ള ഇത് പ്രോസസ്സറിൻ്റെ കാര്യം പറഞ്ഞു, വൈഫൈ കാർഡ് വാറണ്ടി റിമൈനിങ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത കാര്യമുള്ളൂ. വാറണ്ടി ഇല്ലാത്തത് 2TB ഹാർഡ് ഡിസ്ക് ആണ്, അത് ഞാൻ നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി നമ്മളൊരു ഗ്യാരണ്ടിയിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 9th ജനറേഷനിൽ നമ്മൾ ഒരു CPU ബിൽഡ് ചെയ്യുമ്പോൾ 26,300 രൂപ വരുന്നുണ്ട്. മദർ ബോർഡ് GB ആണ്. അപ്പോൾ ആളുകൾ വിചാരിക്കും നമുക്ക് മദർ ബോർഡ് കൺസ്റ്റൻസോ അതായത് സബ്രോണിക്സോ ഫോക്സിനോ ഒക്കെ വെച്ച് ഇങ്ങനെയുള്ള മദർ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി റേറ്റ് കമ്മിയാവില്ലേന്ന്. പക്ഷേ അതൊരിക്കലും ഇല്ല. 310 മദർ ബോർഡ് 110 കഴിഞ്ഞാൽ 210 310 മദർ ബോർഡ് വരെ ഉള്ളൂ നിങ്ങൾക്ക് മറ്റുള്ള കമ്പനികളുടെയൊക്കെ ചൈന ബോർഡുകൾ കിട്ടുക. ഈ 360 ബോർഡുകൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ASUS, Gigabyte, ASRock മാത്രമേ ഉള്ളൂ. പിന്നെ MSI ഉണ്ട്. MSI ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന് 11,500 റേറ്റ് വരാൻ കാരണം. മറ്റുള്ള മദർ ബോർഡ് പോലെ നമുക്ക് ചൈന ബോർഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലോക്കൽ മാർക്കറ്റുകളൊന്നും വാങ്ങിക്കാനും കിട്ടില്ല, ലോക്കൽ ഷോപ്പിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് Gigabyte സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ റേറ്റാണ്. മേ ബി നിങ്ങൾ ചില ആളുകൾ വിചാരിക്കും ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റേറ്റ് കമ്മിയാവുന്ന, ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങളിത് ഓഫ്ലൈനിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് കൂടാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനിയും ഈ CPUവിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതും പോരാ, നിങ്ങൾക്ക് ഒന്നും കൂടി സ്പെക്ക് വേണമെന്നുള്ള ആളുകളാണെങ്കിൽ ഇതിൽ കൂടെ ഒരു 5,000 രൂപയ്ക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 5,000 ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ വീഡിയോ ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ കൂടുകയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ 5,000 രൂപ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. നമുക്ക് ഇതിൽ ഒരു 4GB ASUS ഗ്രാഫിക്സ് കാർഡാണ് ഇപ്പോൾ തന്നെ താഴെ വീണിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ HDMI വരുന്നുണ്ട്, DVI പോർട്ട് വരുന്നുണ്ട്. ഈ ASUS ഗ്രാഫിക്സ് കാർഡിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാണും. 5,300 രൂപയാണ്. ഓൺലൈൻ റേറ്റാണ് ഞാൻ പറയുന്നത്.
അസ്യൂസ് RX 550 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. 4GB ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ വരുന്നത് 5000 രൂപയുടെ അടുത്ത് റേറ്റ്. അപ്പോൾ നമുക്കിത് യൂസഡ് വന്നതുകൊണ്ടാണ് ഞാനിത് എല്ലാം പാടെ ഞാൻ ഇതിൻ്റെ കൂടെ എന്തൊക്കെയുള്ളത് ഞാൻ 5000-ന് പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അഡീഷണൽ DDR4 8GB റാം, അത് കൂടാതെ നമുക്കൊരു 9th ജനറേഷൻ i5 പ്രോസർ F-ൽ വരുന്നത്, അതും ഈ 5000-ൽ ഉൾപ്പെടും. സോ ഇതിലുള്ള i3 പിന്നെ പ്രോസർ ഞാൻ എടുത്തതിന് ശേഷം ഈ ഒരു i5 9th തരും. അങ്ങനെയാണ് ഇത് 5000 രൂപ വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു CPU-ൻ്റെ വിശേഷങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റുള്ള CPU ഒന്നും ഇതുപോലെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിലും ഇതുപോലെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് 2GB അതുപോലെ തന്നെ അഡീഷണൽ റാം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളുടെ CPU-ൻ്റെ റേറ്റ് പറഞ്ഞത് നമ്മൾ i5 9th ജനറേഷനും അതുപോലെ തന്നെ ഈ ഗ്രാഫിക്സ് കാർഡും വെക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് 19000 രൂപയാണ്. അതല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ i3 9th-ലാണെങ്കിൽ 14000 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചാടി കയറിയിട്ട് വാട്സപ്പ് കോൾ ചെയ്യുക ചെയ്യരുത്. ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞിട്ട് ഏത് കാലത്താണ് ഏത് സമയത്താണ് നിങ്ങൾ കാണാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഏത് CPU ആണെങ്കിലും ഞാനിവിടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്താണെങ്കിലും ഞാൻ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ നിലവിൽ എന്താണ് അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഏത് വീഡിയോൻ്റെ ആണെങ്കിലും ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് കണ്ട് ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്യും. അപ്പോൾ ഇതിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് ബോക്സ് നോക്കുക, അതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത CPU ഏതാ നോക്കാം. അപ്പോൾ നമുക്ക് ഈ CPU നമുക്ക് വരുന്നത് Core i5 6th ജനറേഷനാണ് പ്രോസർ വരുന്നത്. DDR4 8GB റാം വരുന്നുണ്ട്. 500GB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. SSD അല്ല, ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഏസർ ബ്രാൻഡിൻ്റെ മദർ ബോർഡാണ്. നിങ്ങളത് ഓണായി വരുമ്പോൾ അതിൻ്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏസറിൻ്റെ. നമ്മൾ ക്യാബിനറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് HP ബ്രാൻഡിൻ്റെ ക്യാബിനറ്റാണ്. ആക്ച്വലി ഇത് വരുന്നത് ബെഡ് ടൈപ്പ് CPU-ൽ വരുന്ന മദർ ബോർഡാണ്. ബെഡ് ടൈപ്പ് CPU-ൽ വരുന്ന മദർ ബോർഡ് ഞാൻ ATX ക്യാബിനിൽ സെറ്റ് ചെയ്തതാണ്. അതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് 3.0-ൻ്റെ 2 USB ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുത്താണ്. ഈ ക്യാബിനറ്റിൽ വരുന്ന USB പോർട്ട് ഡമ്മിയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കൊടുത്തേക്കാണ്. കാരണം ഇത് നമുക്ക് പിന്നെ ബെഡ് ടൈപ്പിൽ വരുന്ന മദർ ബോർഡാണ്. ഞാൻ മദർ ബോർഡ് ഏതാ വരുന്നതെന്നൊക്കെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് പിന്നെ Core i5 6th ജനറേഷനാണ്. 8GB റാമാണ്. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിൽ ഇൻബിൽഡ് വൈഫൈ ബ്ലൂടൂത്ത് ഇതിൽ തന്നെ ഇൻബിൽഡാണ്. മദർ ബോർഡിൽ തന്നെ വരുന്നുണ്ട്. അത് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 8500 രൂപയാണ് ഈ ഒരു CPU-ൻ്റെ റേറ്റ്, ഈ ഒരു സ്പെക്കിൽ വരുന്നത്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 2GB ഗ്രാഫിക്സ് കാർഡ് അതുപോലെ തന്നെ 256 SSD ഇത് രണ്ടും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ 1200 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 10 രൂപക്ക് ഈ ഒരു 2GB ഗ്രാഫിക്സ് കാർഡും 250 SSDയും ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 10 രൂപയും CPU-ൻ്റെ റേറ്റ്. 500GB സ്റ്റോറേജിനും ഉണ്ടാവും. അതില്ലാതെ നിങ്ങൾക്ക് 8500 രൂപയാണ് ഈ ഒരു കണ്ടീഷനിൽ ഈ CPU-ൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് മദർ ബോർഡിൽ NVMe SSD വെക്കാനുള്ള സ്ലോട്ട് വരുന്നുണ്ട് മദർ ബോർഡിൽ തന്നെ ഇൻബിൽഡായിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് SSD വേണമെങ്കിൽ NVMe വേണമെങ്കിൽ അതാക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ നോർമൽ SSD ആണ്. ഇതിൻ്റെ കൂടെ 10000 രൂപയാകുമ്പോൾ തരുന്നത് 2GB അഡീഷണൽ ഗ്രാഫിക്സ് കാർഡും അങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മദർ ബോർഡും കൂടെ കാണിക്കാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് നമുക്ക് വരുന്നത് ഏസർ ബ്രാൻഡിൻ്റെ CPU-ൽ വരുന്ന മദർ ബോർഡാണ്.
ഇതാണ് മദർ ബോർഡ് നമ്മൾ നാനോ ടൈപ്പ് വരുന്ന ബെഡ് ടൈപ്പ് വരുന്ന CPU വരുന്ന മദർ ബോർഡാണ്. ലാപ്ടോപ്പിൽ വരുന്ന DDR4 റാമാണ് വരുന്നത്, 2 സ്റ്റിക്കാണ് വരുന്നത്. ഇൻബിൽഡ് വൈഫൈ കാര്യങ്ങളുണ്ട്, NVMe SSD ഇടാനുള്ള സ്ലോട്ട് കാര്യങ്ങളുണ്ട്. ലാപ്ടോപ്പിൽ വരുന്ന SSD ആണ് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണ് 500 GB ഉള്ളത്, നോർമൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാനൊന്ന് ക്യാമറ ഫ്രണ്ടിക്കായി കാണിച്ചു തരാം. അപ്പോൾ എനിക്കെന്തായാലും ഇത് സ്ക്രീന് ബ്ലറായിട്ട് കാണുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എനിക്കൊരു വിഷയമുള്ളത്, ക്യാമറ കംപ്ലൈൻ്റ് ആണ്. ഇതാണ് മദർ ബോർഡ്. അപ്പോൾ നമുക്ക് അടുത്ത CPU ഏതാ നോക്കാം. ഇതിൻ്റെ കൂടെ കീബോർഡ് അതുപോലെ തന്നെ മൗസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ മോണിറ്റർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. CPU-ൻ്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു CPU-ൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത് ലാപ്ടോപ്പാണ്, യൂസ്ഡ് ലാപ്ടോപ്പ്. അതെന്തായാലും സ്പെക്ക് കൂടിയതാവാൻ ചാൻസ് ഇല്ല. എന്തായാലും ഒരു 3rd ജനറേഷൻ 4th ജനറേഷൻ വരുന്ന ലാപ്ടോപ്പുകളായിരിക്കും പരിചയപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈ CPU നമുക്ക് വരുന്നത് അഡാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പവർ സപ്ലൈ വരുന്നത് അഡാപ്റ്റർ വഴിയാണ്. ഇതിന്റെ ബാക്ക് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഇതിന് പിന്നെ നമുക്ക് VGA പോർട്ട് വരുന്നില്ല, HDMI 2 ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.0-ന്റെ 4 USB പോർട്ട് വരുന്നുണ്ട്, ഫ്രണ്ട് 2 USB 3 വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. നമുക്ക് പവർ ഇത് SMBS അല്ല, SMBS-ൻ്റെ ഡമ്മിയാണ്. നമുക്ക് പവർ വരുന്നത് HP പിന്നെ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം പിന്നെ അഡാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ CPU-ൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത CPU ഏതാ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത CPU വരുന്നത് Core i3 7th ജനറേഷൻ ആണ് പ്രോസസർ വരുന്നത്. GB 110 മദർ ബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB ആണ് DDR4 4GB RAM ആണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് വരുന്നത് 1TB ഹാർഡ് ഡിസ്ക് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 7500 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് ഡോർ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം GB 110 ബോർഡ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇത് നമ്മളെ ഹാർഡ് ഡിസ്ക് ചെക്കറിന്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാത്തിലും ആ CPU-ന്റെ അകത്തൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹാർഡ് ഡിസ്കിന്റെ ഹെൽത്ത് എങ്ങനെയാണ്, മദർ ബോർഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ നമ്മൾ യൂസ്ഡ് വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ യൂസേജ് എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതൊക്കെ ഞാൻ HDMI ഔട്ടാണ് ഞാൻ TV-യിൽ കൊടുത്തിട്ടുള്ളത്. 4 CPU-ൻ്റെ അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം സ്പെക്ക് ഉള്ള CPU അത് കാരണമാണ്. അതുപോലെ നമുക്കിതിൽ 4K വീഡിയോസൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ലാഗൊന്നും ഇല്ലാതെ റണ്ണാവും. അതുപോലെ തന്നെ 120 fps പിന്നെ റെസൊല്യൂഷനും അതുപോലെ തന്നെ റീഫ്രഷ് റേറ്റും ഒക്കെയാണ് ഉള്ളത് ഈ 4 CPU-ൻ്റെയും. അപ്പോൾ
നമുക്ക് അടുത്ത CPU അതാ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് ഞാൻ കാണിക്കണമെന്നില്ല, അത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് 110 GB മദർ ബോർഡാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് കാണിക്കണില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. GB 110 മദർ ബോർഡാണ് വരുന്നത്. ഞാൻ ബാക്കൊന്നും കാണിക്കാം. കാരണം ഇപ്പോൾ ഇത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ മറ്റേ 2 CPU തന്നെ അവിടെ ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇതാണ് മദർ ബോർഡ് വരുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിയണമെന്നുണ്ടെങ്കിൽ GB 110 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മദർ ബോർഡ് കാണും. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത CPU വരുന്നത് ലെനോവോയുടെ ബ്രാൻഡഡ് CPU ആണ്. അതായത് ലെനോവോയുടെ ബ്രാൻഡഡ് ക്യാബിനറ്റ്, ബ്രാൻഡഡ് മദർ ബോർഡ്, ഇതിനെ അനുസരിച്ചിട്ടുള്ള ക്യാബിനറ്റാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ ബാക്കിൽ വരുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസർ ഏതാണ്, ബോർഡ് ഏതാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ CPU-ൻ്റെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരുന്നു ലെനോവോ ബ്രാൻഡഡ് CPU ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസറും ബോർഡും ഏതൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ Core i5 4th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. 4GB RAM ആണ് വരുന്നത്. 1TB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8000 രൂപയാണ്. അപ്പോൾ അടുത്ത CPU അതാ നോക്കാം. ഇതൊക്കെ HDMI ഔട്ട് വരുന്നതാണ് കേട്ടോ. ഞാൻ VGA കൊടുക്കണില്ല. അടുത്ത CPU വരുന്നത് ഐബോൾ ക്യാബിനറ്റ് ആണ് വരുന്നത്. മദർ ബോർഡ് വരുന്നത് H81 ASUS മദർ ബോർഡാണ് വരുന്നത്. ഇതിൽ നമുക്ക് പിന്നെ i5 4th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. 4GB RAM, 500GB ഹാർഡ് ഡിസ്ക്. എനിക്കിപ്പോൾ വലിയ ടയർഡായി അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിന് VGA ഒക്കെ കൊടുത്തിട്ടൊക്കെ വേണം. ഇതിപ്പോൾ ഞാൻ TV-യിലുള്ളത് HDMI ആണ്. ഈ മദർ ബോർഡിന് നമുക്ക് HDMI അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ ഡീറ്റെയിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിൽ വരുന്നത് H81 ASUS-ൻ്റെ മദർ ബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ 500GB ഹാർഡ് ഡിസ്ക്, 8GB DDR4 RAM. അത് റാമിൻ്റെ കാര്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. 4GB RAM ആവാനും ചാൻസ് ഉണ്ട്, 8GB ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ റേറ്റ് വരുന്നത് 8GB RAM ആണെങ്കിൽ 8000 രൂപയാണ്. 4GB RAM ആണെങ്കിൽ 7500 രൂപ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഉള്ളത് 8 ആണോ 4 ആണോ എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വലിയ ആകെ ടയർഡായി. നമ്മൾ 2 CPU പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ വയർത്തു. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.